ദിവ്യകാരുണ്യമായി ഈശോ ഇതാ ഒരിക്കൽ കൂടി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. കർത്താവിൻ്റെ പീഡാനുഭവത്തിൻ്റെ ഈ 3 മണി സമയം കരുണയുടെ വലിയ വർഷം തന്നെയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് കർത്താവ് അനുവദിച്ച് തരുന്നത്. കരുണ അനുഭവിക്കുന്ന സമയം, കരുണ നമുക്ക് വേണ്ടി ഒഴുക്കുന്ന സമയം, ആ കരുണയിൽ മുങ്ങിക്കുളിച്ച് വിശുദ്ധീകരിക്കപ്പെടുന്ന സമയം കർത്താവ് വീണ്ടും കരുണയായി, സ്നേഹമായി, ജീവനായി തൻ്റെ ദൈവീകതയും മാനുഷികതയും ഒക്കെ നമുക്ക് വേണ്ടി പങ്കുവയ്ക്കുന്ന ദിവ്യകാരുണ്യമായി ഇതാ വീണ്ടും നമ്മുടെ മുമ്പിലേക്ക് എഴുന്നള്ളി വരുന്നു. സഹായകനെ നൽകുന്ന ദൈവം ഇതാ നമുക്ക് വേണ്ടി സന്നിഹിതനാകുന്നു. ഈ ദൈവത്തെ നമുക്ക് കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ പരിശുദ്ധാത്മാവിനെ സഹായകനായി നൽകുന്ന നല്ല ദൈവമേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നിനക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവായ ദൈവമേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു, നിനക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. പിതാവായ ദൈവമേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു, നിനക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഹല്ലേലൂയ. ഈശോയെ നന്ദി, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമായ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോ തൻ്റെ അവസാന നിമിഷങ്ങളിൽ നമുക്ക് വാഗ്ദാനം ചെയ്തവനാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ യോഹന്നാൻ 14:26 പറയുന്നു, അവൻ നിങ്ങളെ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കും, ഞാൻ നിങ്ങളെ പഠിപ്പിച്ച കാര്യങ്ങൾ അവൻ നിങ്ങളെ അനുസ്മരിപ്പിക്കും. പ്രിയമുള്ളവർ, എല്ലാ കാര്യങ്ങളും ഈശോ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ആ കാര്യങ്ങളെല്ലാം വീണ്ടും വീണ്ടും നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന സഹായകൻ, നമ്മളെ ശക്തിപ്പെടുത്തുന്ന ദൈവമാണ് പരിശുദ്ധാത്മാവ്. പിതാവിൽ നിന്ന് പുറപ്പെടുന്ന ദൈവമാണ് പരിശുദ്ധാത്മാവ്. പുത്രനിലൂടെ നൽകപ്പെടുന്ന ദൈവം, അതാണ് പരിശുദ്ധാത്മാവ്. ശക്തിയായി, അഭിഷേകമായി സഭയെ ഇന്ന് നയിച്ചുകൊണ്ടിരിക്കുന്ന ദൈവമാണ് പരിശുദ്ധാത്മാവ്. ഈ പരിശുദ്ധാത്മാവിനെ വളരെ ശക്തിയായി, കൃപയായി, അഭിഷേകമായി നമ്മുടെ മാമോദീസായിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്നു. മാമോദീസായുടെ സമയത്ത് പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞു, നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞു. കൃപയായി, അഭിഷേകമായി, ശക്തിയായി, ആത്മനിയന്ത്രണമായി പരിശുദ്ധാത്മാവ് നമ്മളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അതെ, ആ പരിശുദ്ധാത്മാവിനെയാണ് പൗലോസ്ലീഹ വീണ്ടും ഉജ്ജ്വലിപ്പിക്കണമെന്ന് പറയുന്നത്. തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനത്തിൽ 1-ാം അധ്യായം 6-ാം വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, എൻ്റെ കൈവപ്പൊഴി നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ആത്മാവിനെ, ദൈവീക വരത്തെ, ശക്തിയെ വീണ്ടും ഉജ്ജ്വലിപ്പിക്കുക. ഒരുപക്ഷേ ഖനീഭവിച്ചു പോയ, തണുത്തുറഞ്ഞു പോയ, ശക്തിയില്ലാതെ നമ്മുടെ ജീവിതത്തിൽ പാപങ്ങളുടെ ഒരു കൂമ്പാരത്തിൽ നമ്മൾ പെട്ടുപോയപ്പോൾ എവിടെയൊക്കെയോ നമ്മുടെ ജീവിതത്തിൽ മന്ദീഭവിച്ചു പോയൊരു ശക്തിയായിരിക്കാം. ആ ശക്തിയെ വീണ്ടും ഉജ്ജ്വലിപ്പിക്കണം, വീണ്ടും ശക്തിയാക്കണമെന്നാണ്
പൗലോസ്ലീഹ നമ്മളോട് ആജ്ഞാപിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ മമോദീസായിലൂടെ, സ്ഥൈര്യലേപനത്തിലൂടെ കൃപയായി അഭിഷേകമായി നമ്മളിലേക്ക് കടന്നു വന്ന പരിശുദ്ധാത്മാവ്, ആ പരിശുദ്ധാത്മാവിന് വേണ്ടി നമുക്ക് ദാഹിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിൽ ഈ പരിശുദ്ധാത്മാവ് എന്നും ഉണ്ടായിരിക്കും. നമ്മുടെ ആത്മീയ വിശുദ്ധീകരണത്തിനും ആത്മീയ ശുശ്രൂഷയ്ക്കും വേണ്ടി മമോദീസായിലൂടെ നമുക്ക് ലഭിച്ച ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിന് ആവശ്യമായ കൃപയും അഭിഷേകവും നമ്മളിലേക്ക് ഒഴുക്കും. ഫലങ്ങളായിട്ട്, വരങ്ങളായിട്ട്, ദാനങ്ങളായിട്ട് ഇന്നും പരിശുദ്ധാത്മാവ് നമ്മളെ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ദാഹിച്ച് പ്രാർത്ഥിക്കേണ്ടത് വീണ്ടും ഒരു ഉജ്ജ്വലനത്തിന് വേണ്ടിയാണ്. നമ്മൾ ദാഹിച്ച് പ്രാർത്ഥിക്കേണ്ടത് വീണ്ടും കൃപയായി, അഭിഷേകമായി, തീനാളമായി എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ എന്നാണ്. എൻ്റെ ആത്മീയ വിശുദ്ധീകരണത്തിനായി, എൻ്റെ ആത്മീയ ശുശ്രൂഷയ്ക്ക് ആവശ്യമായ വരങ്ങൾ എന്നിലേക്ക് ചൊരിയണമേ എന്നാണ്. പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹിച്ച് പ്രാർത്ഥിക്കണമെന്നാണ് ഈശോ സ്ലീഹന്മാരോട് പറഞ്ഞത്. നിങ്ങൾ ജെറൂസലേം വിട്ട് പോകരുത്. ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായം 52-ാം വചനത്തിൽ നമുക്കറിയാം, സ്വർഗ്ഗാരോഹണം ചെയ്തു കഴിഞ്ഞ് ഈശോ പറഞ്ഞു, നഗരം വിട്ടു പോകരുത്, നിങ്ങൾ ഇവിടെ തന്നെ ആവണം. ഇവിടെയാണ് ആത്മാവിൻ്റെ അഭിഷേകം നിങ്ങൾക്കുണ്ടാകാൻ, പെന്തക്കുസ്ത അനുഭവം നിങ്ങൾക്ക് ഉണ്ടാകുവാനായിട്ട് പോകുന്നത്. അവരെന്താണ് ചെയ്തത്? അവര് സദാസമയവും ദേവാലയത്തിലായിരുന്നു കൊണ്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നു. ഈ ലോകവും ഈ ലോകം നൽകുന്നതായ ആ ആസ്വാദ്യകരമായ കാര്യങ്ങളുമെല്ലാം മാറ്റി നിർത്തിയിട്ട് ദൈവീക സാന്നിധ്യത്തിൽ ദൈവത്തിൻ്റെ ശക്തിക്ക് വേണ്ടി സദാസമയവും ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് സ്ലീഹന്മാർ അവിടെയായിരുന്നു. പരിശുദ്ധ അമ്മയോടൊപ്പം അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങളിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ 1-ാം അധ്യായം 4-ാം വചനം പറയുന്നുണ്ട്, എന്നിൽ നിന്ന് കേട്ടതും പിതാവിൻ്റെ വാഗ്ദാനവുമായ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാൻ വേണ്ടി ജെറൂസലേം വിട്ടുപോകരുതെന്ന്. പ്രിയമുള്ളവരെ, നമ്മുടെ ജെറൂസലേമാകുന്ന സമർപ്പണ ജീവിതം നമ്മൾ വിട്ടു പോകരുത് എന്നുകൂടിയുണ്ട്. വിവാഹത്തിലൂടെ, സമർപ്പണത്തിലൂടെ, പൗരോഹിത്യത്തിലൂടെയൊക്കെ നമുക്ക് ലഭിച്ച ഒരു സമർപ്പണമുണ്ട്, ഒരു വിശുദ്ധിയുണ്ട്, ഒരു അഭിഷേകമുണ്ട്. അതിൽ നിന്നൊന്നും നിങ്ങൾ വിട്ടുപോകരുത്. അതിൽ തന്നെ ആയിരിക്കുക. അതിൽ നിങ്ങൾ കത്തി ജ്വലിക്കണം. ആത്മാവ് നിങ്ങളിൽ ജ്വലനമാകണം, ഉജ്ജ്വലിപ്പിക്കപ്പെടണം. ഇതാണ് ദൈവത്തിൻ്റെ ഹിതം. പ്രിയമുള്ളവരെ, ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ അത് പ്രലോഭനങ്ങളുടെ മേഖലയിലൂടെയൊക്കെ ഒരുപാട് പാപങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് ഒരുപക്ഷെ കടന്നു വരുമ്പോൾ ഈ ആത്മാവിനെയാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒരല്പനേരത്തേക്ക്, കുറേ നേരത്തേക്കൊക്കെ ആയിട്ട് മാറ്റി നിർത്തുന്നത്. ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിലേക്ക് ശക്തിയായിട്ട് കടന്നു വരണമെങ്കിൽ നമ്മളൊരു ഇന്ദ്രിയ വിശുദ്ധീകരണം നടത്തണം. നമ്മുടെ കണ്ണിൻ്റെ വിശുദ്ധി, നമ്മൾ കണ്ണിൽ കൂടി കാണുന്നത് മ്ലേച്ഛകരമായ, പാപകരമായ, കാണാൻ കൊള്ളാത്ത കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ണിലൂടെ കാണുകയും കാണുവാൻ ആഗ്രഹിക്കുകയും കാണുന്നവ ഹൃദയത്തിൽ ഏറ്റെടുക്കുകയും അതിൽ നിന്ന് പാപത്തിൻ്റെ വിവിധ മേഖലകളിലേക്ക് നമ്മൾ വീണു പോകുകയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഈശോ എന്ന് പറയുകയാണ്, പരിശുദ്ധാത്മാവിൻ്റെ ഈ ജ്വലനം ഉണ്ടാകണമെങ്കിൽ നീ നിന്റെ മകനെ, മകളെ, നീ നിന്റെ കണ്ണിനെ വിശുദ്ധീകരിക്കുക. ഒരുപക്ഷെ നാവിലൂടെയായിരിക്കും നമ്മുടെ വിശുദ്ധിയൊക്കെ കുറഞ്ഞു പോകുന്നത്. നമ്മൾ പറയുന്ന വാക്കുകൾ, അസഭ്യമായ വാക്കുകൾ, വിശുദ്ധിയില്ലാത്ത വാക്കുകൾ, മറ്റുള്ളവരെയൊക്കെ വിശുദ്ധിയിൽ നിന്ന് വ്യതിചലിപ്പിക്കുന്ന വാക്കുകൾ, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഈശോ എന്ന് പറയുകയാണ്, നീ നിന്റെ വാക്കിനെ വിശുദ്ധീകരിക്കണം. വീണ്ടും ചെവി, നമ്മൾ കേൾക്കുന്നത്, മറ്റുള്ളവരെ വിമർശിക്കുന്നത്, നമ്മൾ ഗ്രൂപ്പുകളിലായിട്ട് മറ്റുള്ളവരുടെ മേലെ പീഡകൾ തന്നെ അഴിച്ചു വിടാറുണ്ട്. ഈശോ പറയുക, നിന്റെ ചെവി വിശുദ്ധീകരിക്കണം. നമ്മുടെ ശരീരം നമ്മൾ അധമ വികാരങ്ങൾക്കൊക്കെ വിട്ടുകൊടുക്കുന്നുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, ആ മേഖലകളെല്ലാം വിശുദ്ധീകരിക്കപ്പെടുമ്പോഴാണ് ദൈവാത്മാവ് നമ്മളിലേക്ക് കടന്നു വരുന്നത്. പ്രിയമുള്ളവരെ, ഒരുപക്ഷെ പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് കടന്നു വരുവാൻ പറ്റാത്ത വിധം നമ്മളൊക്കെ ചിന്തിച്ചു കൂട്ടിയിരിക്കുന്ന ഒരു മേഖലയാണ് നമ്മുടെ ജീവിതത്തിലെ പ്രലോഭനങ്ങൾ. ഒരുപാട് പേര് ചിന്തിക്കുന്നുണ്ട്, ദൈവമേ, ഒരുപാട് പ്രലോഭനമുണ്ടാകുന്നു. ഒരുപാട് ശാരീരികമായ പ്രലോഭനങ്ങൾ, മാനസികമായ പ്രലോഭനങ്ങൾ, ദൈവവിശ്വാസത്തിനെതിരായ പ്രലോഭനങ്ങൾ. പക്ഷേ പ്രിയമുള്ളവരെ,
പ്രലോഭനത്തിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ വലിയ അഭിഷേകം നമുക്ക് കിട്ടും. നമ്മൾ എങ്ങനെയാണ് പ്രലോഭനങ്ങളെ കൈകാര്യം ചെയ്യുന്നത്? എല്ലാ മനുഷ്യർക്കും ശാരീരികവും മാനസികവും ആത്മീയവുമായ ഒരുപാട് പ്രലോഭനങ്ങൾ ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നുണ്ട്. ആ സമയത്ത് ഈ പ്രലോഭനങ്ങളെ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു? ഈ പ്രലോഭനങ്ങളെ നമ്മൾ എങ്ങനെ അതിജീവിക്കുന്നു? ഈ പ്രലോഭനങ്ങൾ വരുമ്പോൾ ത്യാഗം ചെയ്ത് സഹനങ്ങൾ ഏറ്റെടുത്ത് എനിക്കെൻ്റെ യേശുവിനോടുള്ള ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി എനിക്ക് ഈ പ്രലോഭനങ്ങളിൽ വീണ് പാപത്തിലേക്ക് പോകേണ്ട കാര്യമില്ല, ഞാൻ ഇതിനെയൊക്കെ വെറുത്തുപേക്ഷിക്കുന്നു. പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോഴും പ്രലോഭനങ്ങളെ അതിജീവിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ആത്മീയമായിട്ട് നമ്മൾ ഉയരുമ്പോൾ, പ്രിയമുള്ളവരെ, പ്രലോഭനങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിനുള്ള വലിയ വഴിയുടെ തുറവിയായി മാറുന്നു. ചിലപ്പോഴൊക്കെ നമ്മൾ ചിന്തിച്ചു പോയിട്ടില്ലേ, പാപങ്ങൾ, നമ്മുടെ ആത്മീയ വീഴ്ചകളൊക്കെ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിലേക്ക് വരാൻ പറ്റാത്ത വിധം വലിയ ബ്ലോക്കുകളാണെന്ന്. പ്രിയമുള്ളവരെ, പാപങ്ങൾ പോലും പരിശുദ്ധാത്മാവിൻ്റെ വലിയ അഭിഷേകം, ഇരട്ടി അഭിഷേകം കിട്ടുന്നതിനുള്ള വഴിയാണ്. ധൂർത്തപുത്രനെ നോക്കിക്കേ. ധൂർത്തപുത്രൻ പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ അവൻ പിതാവിൻ്റെ അടുക്കിലേക്ക് വന്നിട്ട് പറയുക, പിതാവേ, നിനക്കെതിരായി, സ്വർഗത്തിനെതിരായി ഞാൻ പാപം ചെയ്തു പോയി. നിന്റെ ഭൃത്യന്മാരിൽ ഒരാളായിട്ട് എന്നെ സ്വീകരിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് വരുമ്പോൾ എളിമയോടെ, ഹൃദയവിശുദ്ധിയോടെ, പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് പിതാവിൻ്റെ ആലിംഗനത്തിലേക്ക്, വിശുദ്ധിയിലേക്ക്, കൃപയിലേക്ക്, അഭിഷേകത്തിലേക്ക് ധൂർത്തപുത്രൻ കടന്നു വരുമ്പം ഡബിൾ അഭിഷേകമാണ് കിട്ടുന്നത്, ഇരട്ടി അഭിഷേകം. കാരണം ഈ മൂത്തപുത്രൻ ഒരാട്ടിൻകുട്ടിയെയാണ് ആഗ്രഹിച്ചത്. എന്നാൽ ധൂർത്തപുത്രൻ തിരിച്ചു വരുമ്പം കൊഴുത്തു നിന്ന ഒരു കാളക്കുട്ടിയെ പിതാവ് അവന് വേണ്ടി നൽകുന്നത്. ഇരട്ടി അഭിഷേകം. അവൻ്റെ കാലുകളിൽ ചെരുപ്പും കൈവിരകളിൽ മോതിരവും മേൽത്തരം വസ്ത്രങ്ങളും, ഒരിക്കലും അവൻ ഇടാൻ പറ്റാത്ത വിധം അത്രമിത്രം മേൽത്തരം. ജോബിൻ്റെ പുസ്തകത്തിലേക്കൊക്കെ കടന്നു വരുമ്പോൾ അവസാന ഭാഗത്ത് നമ്മൾ കാണുന്നുണ്ട് ഇരട്ടി അഭിഷേകം. പ്രിയമുള്ളവരെ, നമ്മുടെ പ്രലോഭനങ്ങളെ നമ്മൾ അതിജീവിക്കുമ്പോൾ, നമ്മൾ പാപങ്ങളുടെ വലിയ വീഴ്ചകളിലേക്ക് പോയിട്ട് നമ്മൾ മാനസാന്തരപ്പെട്ട് തിരിച്ചു വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് നൽകുന്നത് ഇരട്ടി അഭിഷേകമാണ്. പരിശുദ്ധാത്മാവിൻ്റെ ഇരട്ടി അഭിഷേകമാണ് നമുക്ക് ലഭിക്കുന്നത്. കർത്താവിനോട് ചേർന്ന് നിൽക്കുമ്പോൾ, കർത്താവിനെ സ്നേഹിക്കുമ്പോൾ, കർത്താവിൻ്റെ ആ വിശുദ്ധി ആഗ്രഹിച്ച് പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇന്നലകളിൽ വീണുപോയിട്ടുണ്ടെങ്കിലും മാനസാന്തരത്തിലൂടെ ഇരട്ടി അഭിഷേകം ലഭിക്കുന്നു. നമ്മളെ ജീവിതത്തിൽ പ്രലോഭനങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇരട്ടി അഭിഷേകം. പ്രലോഭനങ്ങളെ അതിജീവിക്കുമ്പം പാപത്തിൽ വീഴാതെ, പ്രലോഭനങ്ങളിൽ വീഴാതെ, അതിൽ നിന്നൊക്കെ അതിജീവിച്ച് അതിനെ പോസിറ്റീവായിട്ട് കൈകാര്യം ചെയ്യുമ്പോൾ ഇരട്ടി അഭിഷേകം. ഇന്ന് നമ്മുടെ ജീവിതത്തിന് ആവശ്യമായത് ഈ ഇരട്ടി അഭിഷേകം. ഈ ഇരട്ടി അഭിഷേകത്തിനായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ വലിയ അഭിഷേകത്തിനായി നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. ഓൺലൈനിലായിരുന്നു കൊണ്ട് ഈ ആത്മീയ ശുശ്രൂഷയോടെ ചേരുന്ന സകലരുടെയും ജീവിതത്തെ നമുക്ക് കർത്താവിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, അവരോട് കരുണ തോന്നണമേ. വലിയ മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് ഓരോ വ്യക്തികളെയും കൈപിടിച്ചുയർത്തണമേ നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ കൃപയായി, അഭിഷേകമായി, ആത്മീയ വരങ്ങളായി പരിശുദ്ധാത്മാവ് അവരുടെയൊക്കെ ജീവിതത്തിലേക്ക് കടന്നു വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പെന്തക്കോസ്ത ദിനത്തിൽ വലിയ അഭിഷേകത്തോടെ കത്തി ജ്വലിക്കുവാൻ, ഉജ്ജ്വലിപ്പിക്കപ്പെടുവാനുള്ള കൃപ നമുക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകമായി നാം ആയിരിക്കുന്ന അവസ്ഥകളെയും ഒരിക്കൽ കൂടി ഈശോയ്ക്കും പരിശുദ്ധാത്മാവിനും സമർപ്പിച്ചുകൊണ്ട് ഈ സമാപനാശീർവാദം നമുക്ക് സ്വീകരിക്കാം. ആരാധന 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 യേശുനാഥ, ആരാധന 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 യേശുനാഥ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും
അങ്ങയ്ക്കാരാധന.